ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ, അനുമോള് പൊട്ടിക്കരഞ്ഞ ആകെ ഫുൾ സീൻ ആകുന്നുണ്ട്. അക്ബറിന്റെ അടുത്ത് സംസാരിക്കാൻ പോയി അക്ബർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. നൂറയുടെ അടുത്ത് പോയി നൂറയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു. ആദിലയുമായിട്ടുള്ള കേസ് ആദിലയുമായിട്ടാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആകെ ഫുൾ ഒരു ജഗപുക വിഷയമാവുന്നുണ്ട് ഇതിനകത്തിപ്പം നെവിൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതൊരു ബ്രില്യൻ സ്റ്റാൻഡാണ്. ആ രീതിയിൽ വേണം നിൽക്കാനായിട്ട്. എല്ലാവരോടും ഞാൻ അതേ പറയുള്ളൂ, അങ്ങനെ വേണം നിൽക്കാനായിട്ട്. ഇതിനകത്തിപ്പം നൂറയാണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നിലപാട് ഒട്ടി യോജിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഷോ തീർന്ന് ഇപ്പൊ പൂട്ടിക്കെട്ടി പോകാൻ 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ഒന്ന് സംസാരിക്കുന്നതിൽ എന്താണ്? അത് അനുമോള് പൊട്ടിക്കറിഞ്ഞാൽ അത് അവിടെ ഒരു പ്രശ്നം തന്നെയാണ്. ഇവരെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇവര് ഒട്ടും തന്നെ സോൾവ് ആക്കാൻ തയ്യാറാകുന്നില്ല. നെവിൻ വളരെ മെച്യൂർ ആയിട്ട് പക്വതയോടെ ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്നുണ്ട്. നെവിൻ അനുമോളുടെ അടുത്തടുത്ത് പറയുന്നത് ഇതൊരു ആരോപണമാണ് അനുമോൾ, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ആരോപണം വന്ന സമയത്ത് ഇങ്ങനെ മാറിയിരുന്ന് കരഞ്ഞിരുന്നു. അപ്പൊ നീയുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യാത്ത തെറ്റ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുമ്പോ വിഷമം തോന്നുന്നു. അങ്ങനെ ആ രീതിയിലൊക്കെ നെവിൻ സംസാരിക്കുന്നുണ്ട്. നെവിൻ ഇത് വളരെ പക്വതയോടെയാണ് ഡീൽ ചെയ്യുന്നത്. അല്ലാതെ അക്ബറിന്റെ ഒക്കെ ഒരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നെവിന് തന്നെ നെഗറ്റീവ് വന്നേനെ. പക്ഷെ നെവിൻ എന്ത് ചെയ്യുന്നു? നെവിൻ ഇത് ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്നു. അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനുമോള് കരയുമ്പോ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നെവിന്റെ ഒരു സ്റ്റാൻഡ് എടുത്ത് പറയണം. അക്ബർ ആകെ മുഖം തിരിച്ച് നിൽക്കുകയാണ്. എനിക്ക് മിണ്ടണ്ടാന്ന് തന്നെ അക്ബർ പറയുകയാണ്. പിന്നെ നൂറ ശരിക്കും എന്ത് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന്. നൂറൊക്കെ അവിടെ 50ാമത്തെ ദിവസം തന്നെ ഔട്ട് ആവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നത്. ഇന്ന് ഫുൾ ഒരുമാതിരി ഗ്ലൂമി ആയിട്ട് മൂടിയായിട്ട് നടക്കുകയായിരുന്നു ആ വഴി. ഇങ്ങനെ നടക്കേണ്ട എന്താ ആവശ്യമാണുള്ളത്? അവിടെ അത്രയും പേരുണ്ട്. അവരോട് ആരോടും ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഭയങ്കര ഡെസ്പ് അടിച്ച് നൂറ നടക്കുകയായിരുന്നു. ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള വീക്ക് കണ്ടസ്റ്റന്റ് ആണ്. ടാസ്കുകളിലെ പ്രകടനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് ലെവൽ ഒറ്റപ്പെടലോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്യാൻ ഒട്ടും തന്നെ മനക്കരുത്തില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇത്രയും സംഭവങ്ങൾ നടന്നത് ഗാർഡൻ ഏരിയ വെച്ചിട്ടാണ്. കാരണം ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയായിരുന്നു വീടിനകത്ത്. അനുമോള് പറയുന്ന അനുമോളുടെ ബെഡില് ആ ഒരു കബോർഡിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അത് പിന്നീട് നെവിന് ബോധ്യമാവുന്നുണ്ട്. നെവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് ചേച്ചിയുടെ നമ്പറാണ്, കണ്ടില്ലേ എന്ന് പറഞ്ഞത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു അലിഗേഷൻ ആയിരുന്നു. ഇത് അങ്ങനെ സോൾവ് ആയി. എന്തിനാണ് ഈ കരഞ്ഞതെന്നുള്ളതാണ് അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. കരഞ്ഞ വോട്ട് കിട്ടുമെന്നാണോ? എന്താണ് പ്രശ്നം? എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ ഒരു കാര്യം നെവിൻ പറയുന്ന പോലെ ഇതൊരു അലിഗേഷൻ ആയിരുന്നു, ഒരു ആരോപണമായിരുന്നു. അവിടുന്ന് എവിക്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റ്, എവിക്റ്റ് ആയ ആദില പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ്. ആദില അവിടെ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. നെവിന്റെ ആ ഒരു കേസൊക്കെ അത് പോട്ടെ. പിന്നെ അനീഷിന്റെ പാടം വിറ്റിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആദിലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അതിപ്പോ തെളിഞ്ഞു.